സിദ്ധഗന്ധർവയക്ഷാദ്യൈരസുരൈരമരൈരപി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിതാ സിദ്ധിദായിനി ജ്ഞാനാനാം ചിന്മയാതീത ശൂന്യാനാം ശൂന്യസാക്ഷിണി യസ്യാഃ പരതരം നാസ്തി സൈഷാ ദുർഗാ പ്രകീർത്തിതാ. ശിവേ ശിവശുശീതളാമൃതതരംഗഗന്ധോല്ലസത് നവാവരണദേവതേ നവനവാമൃതസ്യന്തിനി ഗുരുക്രമപുരസ്കൃതേ ഗുണശരീരനിത്യോജ്വലേ ഷഡംഗപരിവാരിതേ കലിതയേഷ പുഷ്പാഞ്ജലി. ലളിതാ ഹൃദയത്തിലൂടെ 10-ാം ദിവസം, നവരാത്രിയുടെയും 10-ാം ദിവസം. ഇന്നത്തെ ഉപാസനാമൂർത്തി സിദ്ധിദാത്രി ദേവിയാണ്. നവദുർഗാഭാവങ്ങളിൽ 9-ാമത്തേതാണ് സിദ്ധിദാത്രി ദേവി. അഷ്ടസിദ്ധികളെയും പ്രദാനം ചെയ്യുന്നവൾ എന്ന് അർത്ഥം. നമുക്ക് ജ്ഞാനവും സിദ്ധിയും പ്രദാനം ചെയ്ത് ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നവളാണ് ദേവി. പരമശിവൻ പോലും തൻ്റെ സിദ്ധികൾ ഈ ദേവിയിൽ നിന്നാണ് നേടിയതെന്നും അതുകൊണ്ടാണ് പരമശിവൻ അർദ്ധനാരീശ്വരൻ എന്ന് അറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. നവരാത്രിയിൽ തൃതീയ എന്ന തിഥി അധികമായി വന്നതുകൊണ്ട് 10-ാം ദിവസമാണെങ്കിലും ഇന്ന് 9-ാമത്തെ ഭാവത്തെയാണ് നമ്മൾ സിദ്ധിദാത്രി ദേവിയായിട്ട് ഇവിടെ ഉപാസിക്കുന്നത്. ലളിതാ ഹൃദയത്തിലൂടെ തുടരുന്നു. സത്യജ്ഞാനാനന്ദരൂപ. സത്യമായും ജ്ഞാനമായും ആനന്ദമായുമുള്ള സ്വരൂപത്തോടു കൂടിയവൾ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നും വിജ്ഞാനമാനന്ദം ബ്രഹ്മ എന്നും ശ്രുതി. സതീ അജ്ഞ അനാനന്ദ എന്നും ഇവിടെ സത്യജ്ഞാനാനന്ദ എന്നതിനെ പിരിച്ചു കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സതി സദ്വിദ്യ, സദ്വിദ്യയിൽ അജ്ഞരായവർക്ക് അനാനന്ദത്തെ, ദുഃഖത്തെ കൊടുക്കുന്നവൾ എന്ന് അർത്ഥം വരും. അന്ധം തമ പ്രവിശന്തി യേ അവിദ്യാമുപാസതേ എന്ന് ബൃഹദാരണ്യകോപനിഷത്തിലും പറയുന്നു. സാമരസ്യപരായണ. സമരസഭാവം സാമരസ്യം. അത് പരമായ അയനമായവൾ ന്യൂനവും അധികവുമല്ലാത്ത സ്ഥിതിയാണ് സാമരസ്യം എന്ന് പറയുന്നത്. ശിവശക്തി സാമരസ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശിവശക്തി സാമരസ്യം ശ്രേഷ്ഠമായ സ്ഥാനമായുള്ളവൾ. ശിവനെന്നും ശക്തിയെന്നും 2 രൂപങ്ങളായി പിരിഞ്ഞുവെങ്കിലും ന്യൂനാതിരിക്ത ഭേദമില്ലാതെ ഉത്കൃഷ്ടവും സർവശ്രേഷ്ഠവുമായ സ്ഥിതിയിൽ ലോകസൃഷ്ടി സ്ഥിതി സംഹാരകർമ്മങ്ങളിൽ വ്യാപരിക്കുന്നവൾ സാമരസ്യപരായണ. ഏറ്റവും ശ്രേഷ്ഠവും കേവലവും ആഗ്രഹിക്കപ്പെടേണ്ടതുമായ പരമമായ സ്ഥാനം ദേവിയാകുന്നു. സാധകൻ ശ്രവണമനന നിധിധ്യാസനങ്ങളാൽ തൻ്റെ ചിത്തത്തെ ആത്മസ്വരൂപിണിയായ ദേവിയിൽ സമരസപ്പെടുത്തി കൈവല്യത്തെ പ്രാപിക്കുന്നു. ഇപ്രകാരം സാധകൻ സമരസപ്പെടുന്നതായ പരവും കേവലവുമായ ആസക്തിസ്ഥാനമായവളായതിനാൽ ദേവിക്ക് സാമരസ്യപരായണ എന്ന നാമം വന്നു. മുനിമാനസഹംസിക. മുനികളുടെ മനസ്സാകുന്ന മാനസ സരസ്സിനി അരയന്നമായവൾ. മാനസമെന്ന പദത്തിന് ശ്ലേഷം മനസ്സ് എന്നും മാനസ സരസ് എന്നും അർത്ഥം വരും. മാനസ സരസ് കൈലാസപ്രാന്തത്തിലുള്ള ഒരു പുണ്യ തീർത്ഥമാണ്. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നുണ്ടായത് എന്ന് പുരാണങ്ങൾ പറയുന്നു. അരയന്നങ്ങൾ
ഈ മാനസ സരസിലാണ് ജീവിക്കുന്നത് എന്ന് സങ്കല്പം. മാനസ സരസിൽ ഹംസങ്ങൾ എന്ന പോലെ മുനിമാരുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് മുനിമാനസ ഹംസിക എന്ന നാമത്തിന് അർത്ഥം. സമുന്മീലത് സംവിത് കമല മകരന്തൈരകരിസം ഭജേഹം സദ്വന്ദ്യം കിമപി മഹതാം മാനസചരം യദാലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാ പരിണതിർ യദാദത്തേ ദോഷാത് ഗുണിതമഖിലമദ്ഭ്യ പയൈവ. അലയോ ഭഗവതി, വികസിതമായ ജ്ഞാനരൂപമായ കമലകുസുമത്തിലെ പൂന്തേൻ ആസ്വദിക്കുന്നതിൽ രസിക്കുന്നതും മഹാത്മാക്കളുടെ മനസ്സാകുന്ന മാനസ സരസിൽ വിഹരിക്ക ശീലമായിട്ടുള്ളതും ഇന്ന വിധമെന്ന് നിർദ്ദേശിക്കുവാൻ കഴിയാത്തതുമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. യാതൊരു ഹംസമിഥുനത്തിൻ്റെ സംഭാഷണം 18 വിദ്യകളിലായി പരിണമിച്ചിരിക്കുന്നു. യാതൊരു ഹംസമിഥുനം ജലത്തിൽ നിന്ന് ക്ഷീരത്തെ എന്ന പോലെ ദോഷസമ്മിശ്രമായ വസ്തുവിൽ നിന്ന് അഖില ഗുണത്തെയും സ്വീകരിക്കുന്നു. ആ ഹംസമിഥുനത്തെ എന്ന് സൗന്ദര്യ ലഹരിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പം ശിവശക്തികളെ മഹതാം മാനസചരമായ ഹംസമിഥുനമായി ശങ്കര ഭഗവത്പാദം സങ്കല്പിച്ചിരിക്കുന്നു. അപ്പോൾ മുനിമാരെക്കുറിച്ചുള്ള ബഹുമാനത്താൽ സഹംസികയായവൾ മുനിമാനസ ഹംസിക എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. മുനിമാരെക്കുറിച്ചുള്ള സന്തോഷം കൊണ്ട് പാദ കടകമണിഞ്ഞ് നൃത്തം ചെയ്യുന്നവൾ, ഭക്തരെ അത്ര കൊണ്ട് പ്രിയപ്പെടുത്തുന്നവൾ എന്നും ഈ നാമത്തിന് വ്യാഖ്യാനം. സത്യവ്രത, സത്യവ്രതമുള്ളവൾ, സത്യം പറയുക, സത്യസന്ധമായി പെരുമാറുക എന്നീ വ്രതങ്ങൾ കൊണ്ട് പ്രാപിക്കാവുന്നവൾ, സത്യങ്ങളായ വ്രതങ്ങളോടുകൂടിയവൾ എന്നും വ്യാഖ്യാനിക്കാം. സത്യവ്രതം എന്നതിന് ശീഘ്രഫലപ്രദമായ വ്രതം എന്ന് സൗഭാഗ്യഭാസ്കരൻ പറയുന്നു. സത്യം എന്ന പദം ബ്രഹ്മത്തെ കുറിക്കുന്നു. അപ്പോൾ ബ്രഹ്മം പ്രിയമായിട്ടുള്ളവൾ എന്ന് വ്യാഖ്യാനഭേദം. സത്യവ്രതൻ എന്ന ഒരു ബ്രാഹ്മണൻ അക്ഷരശൂന്യനായിരുന്നിട്ടും സൂകര ഭയം നിമിത്തം ഐ ഐ എന്ന് വിളിച്ചുവെന്നും ഐകാര ഉച്ചാരണത്താൽ സന്തുഷ്ടയായ ദേവി അയാൾക്ക് കവിത്വം നൽകിയെന്നും ദേവീ ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. സത്യവ്രതൻ ഭക്തി കൊണ്ട് പിൽക്കാലത്ത് ദേവിയിൽ നിന്ന് അഭിന്നനായിത്തീർന്നതിനാൽ സത്യവ്രത എന്ന നാമം വന്നു എന്നും വ്യാഖ്യാനത്തിൽ പറയുന്നു. അക്ഷരോ മഹാമൂർഖോ നാംനാ സത്യവ്രതോ ദ്വിജ ശ്രുത്വ അക്ഷരം കോലമുഖാത് സമുച്ചാര്യ സ്വയം തതഃ ബിന്ദുഹീനം പ്രസംഗേന ജാതോസോ വിബുധോത്തമ ഐകാരോച്ചാരണാദേവ തുഷ്ടാ ഭഗവതി തഥാ ചകാര കവിരാജം തം ദയാദ്ര പരമേശ്വരി എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. സത്യരൂപ, സത്യം തന്നെ രൂപമായവൾ, സത്യസ്വരൂപിണി, ഭൂതവർത്തമാന ഭാവികാലങ്ങളാൽ മാറ്റം വരാതെ രൂപമുള്ളവൾ. സത്യത്തിന് സനാതന സത്യമെന്നും സത്യാഭാസമെന്നും 2 വിഭാഗങ്ങൾ കൽപ്പിക്കാമെന്ന് ആചാര്യമതം. കാലം, ദേശം, സന്ദർഭം എന്നിവ കൊണ്ട് സത്യമെന്ന് തോന്നുന്നവയിൽ സത്യാംശമുണ്ടെങ്കിലും ആ സത്യം സനാതനമല്ല. രാവിലെ കണ്ട സൂര്യൻ ചുമപ്പാണെന്നത് സത്യം, പക്ഷേ സൂര്യൻ ചുമപ്പാണോ? ജലം ദ്രാവകമാണെന്നതും സത്യമാണ്. ഇങ്ങനെ അപ്പപ്പോൾ സത്യമെന്ന് തോന്നുന്നതല്ല സനാതനമായിട്ടുള്ള സത്യം. എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാ സാഹചര്യത്തിലും മാറാത്ത സത്യമാണ് സനാതന സത്യം. ആ സത്യമാണ് ദേവിയുടെ സ്വരൂപം. അതുകൊണ്ട് സത്യരൂപ. പഞ്ചാശത് പീഠരൂപിണി, 50 പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. പഞ്ചാശത് എന്ന പദത്തിന് 50 എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ 51 എന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നു.
ഭൂമിയിൽ വാരാണസി, നേപ്പാൾ, കേദാരം, ഉജ്ജയിനി, പ്രയാഗ, കാമകോടി മുതലായ 51 ദേവീ പീഠങ്ങളുണ്ട്. ഈ പീഠങ്ങളിൽ ദേവിയുടെ വിശേഷ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉള്ളതുകൊണ്ട് അവയെ ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നു. ആ പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ പഞ്ചാശത് പീഠരൂപിണി. അകാരം തൊട്ട് ക്ഷകാരം വരെയുള്ള 51 അക്ഷരങ്ങളാണ് ദേവിയുടെ പീഠങ്ങളെന്നും ശബ്ദബ്രഹ്മമയിയായ ഈ ദേവീ പീഠങ്ങളിൽ മാതൃകാ വർണ്ണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും സങ്കല്പം. ആ 51 അക്ഷരങ്ങളാകുന്ന ബീജമന്ത്രങ്ങളാൽ മനസ്സുകൊണ്ട് ഈ നവരാത്രി കാലത്ത് 51 ശക്തിപീഠങ്ങളിലും നമുക്ക് പൂജിക്കാം. ആ ശക്തിപീഠങ്ങളിൽ അക്ഷരങ്ങളാകുന്ന മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുന്നതിലൂടെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ശക്തവും സത്യവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലളിതാ ഹൃദയത്തിലൂടെ തുടരും. എല്ലാവർക്കും നമസ്കാരം.